കേരളത്തിലെ മോസ്റ്റ് എക്സോട്ടിക് ആയിട്ടുള്ള ഒരു കാർ ഗാരേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ലംബോർഗിനിയും BMW മെയ്ബയും എല്ലാമുള്ള ഈ ഗാരേജ് മറ്റാരുടെയുമല്ല, കേരളത്തിലെ വസ്ത്ര രാജാക്കന്മാരായ കല്യാൺ സിൽക്സിനെയാണ്. ഈ ഗാരേജിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്വൈത് കല്യാണോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ വാഹനങ്ങളോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തുടങ്ങിയ കഥയൊന്ന് പറയാമോ? കാറെന്നും ബൈക്കെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ആൺകുട്ടിയാണേലും അവർക്കത് ഇൻബിൽട്ടാണ്. അത് എസ്പെഷ്യലി എൻ്റെ അച്ഛനും ചെറിയച്ഛനും എല്ലാവർക്കും തന്നെ ഞാൻ ജനിച്ച അന്ന് മുതലേ കാണുന്നതൊക്കെ കുറേ വണ്ടികളാണ്. അപ്പോൾ അവർക്കും ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ വീട്ടിൽ ഇതേപോലെ ഇടയ്ക്കൊരു സംസാരം വരും. അവർക്ക് ആ കാലത്ത് അവർക്ക് അന്ന് ബെൻസ് മേടിക്കുന്നു, അങ്ങനെ ഒരു പുതിയ വണ്ടി വരുമ്പോൾ അവർ പോയി കാണും, ടെസ്റ്റ് ഡ്രൈവ് വരും. ചെറുപ്പം മുതലേ വണ്ടികൾ കണ്ട് 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 അതിനോട് വന്നൊരു ആഗ്രഹമാണിത്, താല്പര്യവും. ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് 8ാം ക്ലാസ്സിൽ ഒരു 14 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ അന്ന് നമ്മുടെ കയ്യിലൊരു പോളോ GT ഉണ്ടായിരുന്നു. ആ പോളോ GT ആദ്യം ഓടിച്ചത് വീട്ടിൽ റിവേഴ്സ് എടുത്തിട്ടും വീട്ടിൽ തിരിച്ചിട്ടിട്ടൊക്കെ ആയിരുന്നു. പിന്നെ അത് പതുക്കെ പതുക്കെ ഈ സ്കൂൾ ഗ്രൗണ്ടിലും അതേപോലെ കുറച്ച് സ്ഥലങ്ങളിൽ ഓടിക്കാൻ തുടങ്ങി. പിന്നെ അത് റോട്ടിലേക്ക് എടുക്കണം എന്നൊരാഗ്രഹം വന്നു. പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല, ലൈസൻസ് ഇല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ആ ആഗ്രഹം ഒരു 4 വർഷം അടക്കി പിടിച്ചു. പതുക്കെ ലൈസൻസ് കിട്ടിയപ്പോൾ ചെറുതായിട്ട് തുടങ്ങി. നമ്മൾ പോളോ ഓടിച്ചു, താർ ഓടിച്ചു, പിന്നെ പയ്യെ BMW 3 സീരീസ് ഓടിച്ചു. അങ്ങനെ പടിപടിയായിട്ട് എല്ലാ പവർ ലെവൽസും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് കയറി വന്നത്. ഇതിപ്പോൾ നമ്മുടെ ഗാരേജിലുള്ള ഏറ്റവും ഫേവറേറ്റ് വണ്ടി ഏതാണ്? എനിക്ക് ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൃശ്ശൂരിൻ്റെ ഉള്ളിലൊക്കെ ഓടിക്കാനാണെങ്കിൽ ഗോൾഫാണ്. എനിക്കിപ്പോൾ ഒരു ടൗണിലേക്ക് ഒരു സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ ഗോൾഫാണ് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് എനിക്കിപ്പോൾ ഒന്ന് ലോങ് പോകണമെങ്കിൽ ഞാൻ XM-ഉം, അതേപോലെ തന്നെ ഒരു സൺഡേ നമുക്കൊരു സ്പിരിറ്റഡ് ഡ്രൈവിനോ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടെക്നിക്ക ഉപയോഗിക്കും. നമ്മുടെ ടെക്നിക്ക എന്ന് പറഞ്ഞാൽ 2025 ഞാൻ കഴിഞ്ഞ വർഷമാണ് ഡെലിവറി എടുത്തത്. അപ്പോൾ വണ്ടി മേടിച്ചിട്ട് ഏകദേശം ഒരു 7 മാസത്തിൽ ഏകദേശം 10,000 കിലോമീറ്റർ ക്ലോക്ക് ചെയ്തു വണ്ടിയിൽ. ബാംഗ്ലൂർ 3 പ്രാവശ്യം പോയി. വണ്ടി പഴയ ജനറേഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹുറക്കാൻ്റെ ഭയങ്കര കംഫർട്ട് ഓറിയൻറ്റഡ് ആണ്. സ്ട്രാഡ മോഡൽ സ്പോർട്ടിൽ പോകുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് റെസ്പോൺസും ഡ്രൈവബിലിറ്റിയും വണ്ടി ഭയങ്കര അജൈലായി. നമുക്ക് റോട്ടിൽ പ്ലാന്റഡ് ആയൊരു ഫീലുണ്ട്. പഴയ ഹുറക്കാനിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സസ്പെൻഷൻ ഒരു കംഫർട്ടബിൾ അല്ല. നമുക്ക് ഇവിടുത്തെ റോട്ടിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊരു മടുപ്പ് വരും. പക്ഷേ ഇത് ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ ഒരു സിംഗിൾ ഡ്രൈവിൽ ഓടിച്ചിട്ടും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഡെലിവറി ചെയ്ത വണ്ടി. അപ്പോൾ വണ്ടിയിൽ വരുന്നത് 5.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V10 ആണ്. 640 ഹോഴ്സ് പവർ ആണ് വരുന്നത്. ദിസ് ഇസ് ദ ബെസ്റ്റ് ഓഫ് ദ നാച്ചുറലി ആസ്പിറേറ്റഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനിൽ ഈ V10 തീർന്നു. ഇതാണ് അവസാനത്തെ നാച്ചുറലി ആസ്പിറേറ്റഡ് V10 ലംബോർഗിനി ഇറക്കുന്നതിൽ. ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ. ഞാൻ പറഞ്ഞ പോലെ 5.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V10. ഇതിലിപ്പോൾ ഇതിൻ്റെ എയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്, എഞ്ചിൻ ഹെഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കൺവെൻഷണൽ കാറ് പോലെ ഫ്രണ്ടിൽ നമുക്ക് ഇതിൻ്റെ ഒന്നുമില്ല. എഞ്ചിനും കംപ്ലീറ്റ് സിസ്റ്റങ്ങളും ട്രാൻസ്മിഷനൊക്കെ ബാക്കിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ഇതിൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് എഞ്ചിൻ ബാക്കിലാണ്, ഉള്ളിൽ കാര്യേഴ്സ് അല്ല. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രങ്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഒരു ക്യാബിൻ സൈസ് സൂട്ട് കേസ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും. അതുകൊണ്ട് കാര്യമായിട്ട് വേറെ സാധനങ്ങൾ വയ്ക്കാൻ പറ്റില്ല. ഇത്രയ്ക്കുള്ള ലഗേജൊക്കെ കയറത്തുള്ളൂ വണ്ടിയിൽ. ഇത് ബേസിക്കലി ഇതൊരു ഫുൾ ഡ്രൈവേഴ്സ് കാറാണ്. ഇതിൽ ബേസിക്കായിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ സാധാ വണ്ടിയിലും വരുന്ന പോലെ നാവിഗേഷൻ, റിവേഴ്സ് ക്യാമറ, ആപ്പിൾ കാർപ്ലേ എന്നുള്ള ഫീച്ചറുണ്ട്. ഫ്രണ്ട് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ 2 വിൻഡോസിനുള്ള സ്വിച്ച്. ഇത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ, ഹസാർഡ് ലൈറ്റ്, പാർക്കിംഗ് സെൻസർ, നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. എന്നിട്ട് നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്ററും ഹൈ ബീമും നമ്മുടെ ഇവിടെയാണ് കൊടുക്കുന്നത്. വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് ഇവിടെ. ഇത് നമ്മുടെ ക്ലസ്റ്റർ, ഇത് നമ്മുടെ ക്രൂസ് കൺട്രോൾ. ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് മോഡ്സ്. ഇപ്പോൾ സ്ട്രാഡ, ഇതിപ്പോൾ സ്പോർട്ട്, ഇതിപ്പോൾ കോർസ. എല്ലാ മോഡ് മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അതിൻ്റെ ഡിസ്പ്ലേ മാറും. ഓരോ മോഡിനും ഓരോ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മിററുടെ കൺട്രോൾസ്, ഡോറിൻ്റെ ലോക്ക് കാര്യങ്ങൾ. ഇത് കാറിൻ്റെ അലാം സിസ്റ്റം ഇവിടെ ഉണ്ട് ഒരു കൺട്രോൾ.
പിന്നെ വണ്ടിക്ക് സ്റ്റോറേജ് കാര്യമായിട്ടൊന്നുമില്ല, ഇത്ര സ്റ്റോറേജേ ഉള്ളൂ. ബാക്കിലൊരു നെറ്റുണ്ട്, ഒരു കൺവീനിയൻസ് പാക്ക് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ഓപ്ഷനാണത്. ഇപ്പോൾ വണ്ടിയിൽ ഞാനിപ്പോൾ മാറ്റിയിരിക്കുന്നത് ഈ കപ്പ് ഹോൾഡർ ഓപ്ഷനാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിലത്തെ നെറ്റ്, ഈ സീറ്റിലുള്ള സ്റ്റിച്ചിങ്, പിന്നെ ഈ അൽക്കണ്ടാറ ഇൻറ്റീരിയർ, അതേപോലത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഞാൻ അലോയ് വീൽ HRന്റെ വീൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ XM വണ്ടി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ബോഡി, ഒരു മാഫിയ സ്പെക്ക് വണ്ടി വേണമെങ്കിൽ പറയാം. ഇതെനിക്ക് ഇതിൻ്റെ ലുക്സാണ് മെയിൻ ഹൈലൈറ്റ്. പവറിനുപരി എനിക്ക് ഇതിൻ്റെ ഒരു ലുക്കും സ്റ്റാൻഡ്സും തന്നെയാണ് ഇഷ്ടം. ആരാണേലും നമ്മളിത് റോട്ടിൽ വരുമ്പോൾ എന്താണ് സംഭവം എന്നൊന്ന് നോക്കും. 4.4 ലിറ്റർ BMW ട്വിൻ ടർബോ എഞ്ചിനാണ്. പ്രോപ്പർ എൻജിനീയർഡ് എഞ്ചിനാണ്. നമ്മുടെ പുതിയ M5-ലും XM-ലൊക്കെ ഷെയർഡ് എഞ്ചിനാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പവർ ട്രെയിൻ എന്ന് പറയുന്ന സംഭവം. ഇതിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം കംപ്ലീറ്റ് ബാക്കിലുണ്ട്. എഞ്ചിനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രണ്ടിലാണ്. ഇതാണ് ആദ്യമായിട്ട് ഒരു 600+ bhp ഉള്ള വണ്ടി ഓടിക്കുന്നത്. ഇതാണ് വണ്ടി. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് ഞാനൊരു മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റേജ് 1 ട്യൂണുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 800 ഹോഴ്സ് പവർ ഉണ്ട് വണ്ടി. പിന്നെ വണ്ടി ഭയങ്കര ബിൽട്ടാണ്. എനിക്ക് പേഴ്സണലി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈനർ ആയാലും, അതേപോലെ ഫുൾ അൽക്കണ്ടാര, ഫുൾ കാർബൺ ഫൈബർ, ഇതിൻ്റെ സീറ്റുകളായാലും എല്ലാം ഭയങ്കര യുണീക്കാണ്. എല്ലാ BMW-യും ഒരേ സ്റ്റീരിയോ ടൈപ്പ് ഫോളോ ചെയ്യുമ്പോൾ ഇത് മാത്രം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് ഈ വണ്ടി. പിന്നെ വണ്ടിക്ക് മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് 61.9 ലിറ്റേഴ്സാണ് മൈലേജ് പറയുന്നത്. 61.9 km/ലിറ്റർ കിട്ടുമെന്ന്. പക്ഷേ ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഏകദേശം 60ഉം 55ഒക്കെ കിട്ടിയിട്ടുണ്ട് മാന്യമായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ. അടുത്തത് എൻ്റെ ഒരു ഫാമിലി ഫേവററ്റ് ആയൊരു വണ്ടിയാണിത്. അച്ഛനും മുത്തശ്ശനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് മെർസിഡീസ് മേബാക്ക് S680 V12 ആണ്. ഈ വേരിയൻറ്റിൽ ആദ്യത്തെ വണ്ടി കേരളത്തിൽ നമ്മളടുത്ത V12 എഞ്ചിനുള്ളത്. ഈ വണ്ടി മേബാക്കിനെ കുറിച്ച് വേറൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഷോഫർ ഡ്രിവൺ കാറാണ്. ബാക്കിൽ ഇതിനേക്കാളും കംഫർട്ടബിളായി വേറെ വണ്ടിയില്ല. ഇത് ഫീച്ചർ ലോഡഡ് ആണ്. ഇതിൽ കുറേ ടെക്ക് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. കാണാനും നല്ല നീളത്തിൽ എല്ലാവർക്കും ഒരു നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. പിന്നെ എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഗരാജിലെ ഏറ്റവും വലിയ എഞ്ചിൻ ഇതിൻ്റെയാണ്. ഇതിൻ്റെ ഒരു V12, അത് V10, ഇവിടെ നമുക്കൊരു V8. അപ്പോൾ എല്ലാ കാറ്റഗറി എഞ്ചിനും ഉണ്ട്. ഇതാണ് ഏറ്റവും വലുതതിൽ. 12 സിലിണ്ടറാണ് എഞ്ചിൻ. എൻ്റെ കാര്യത്തിൽ ഞാൻ ഡ്രൈവിന് പോണേറ്റ് മുമ്പായാലും സ്ഥിരമുള്ളതാണ് നോക്കി പോകണം, തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയച്ഛനൊക്കെ ഉള്ളതാണെന്നുള്ളൊരു ഡയലോഗുണ്ട്. അതനുസരിച്ചിട്ട് ഞാൻ വണ്ടി പുഷ് ചെയ്യേണ്ട അവിടുത്തെ പുഷ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ റെക്കലെസ് ആയിട്ട് ഓടിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യമില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കും അപകടമുള്ളതാണ് നമുക്കും. ഇത് ഓബ്വിയസ്ലി ഇതൊന്നും നമുക്ക് പേരൻസിൻ്റെ സപ്പോർട്ടില്ലാതെ നടക്കത്തില്ല. അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ V12 എഞ്ചിനാണ്. ഇത് കൂടുതൽ ഞാൻ ഇവിടെ അല്ല ഇരിക്കേണ്ടത്, ബാക്കിലിരുന്നാലാണ് നമുക്കിതിൻ്റെ ശരിക്കുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിയാവില്ല. നമുക്കെന്നാൽ ബാക്കിൽ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വണ്ടിയുടേത് ഇവിടെയാണ് ഇരുന്ന് പോകേണ്ടത്, അവിടെ അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ബർമസ്റ്ററിൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്. അതേപോലെ ലെഗ് സ്പേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ ഹൈറ്റ് 6 അടിയാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ സീറ്റ് ഇനിയും ബാക്കിലേക്ക് പോകും. അപ്പോൾ ഈ വണ്ടി നമുക്ക് ലോങ് പോകാനായാലും നമുക്ക് സിറ്റിക്ക് ആയാലും വളരെ കംഫർട്ടബിൾ വണ്ടിയാണ്. ഇതിനേക്കാളും കംഫർട്ടുള്ള ഒരു വണ്ടി ഇന്നത്തെ ഇതിൽ കിട്ടത്തില്ല. നിങ്ങളിപ്പോൾ റോൾസ് റോയ്സ് ആയാലും ബെന്റ്ലി ആയാലും നമുക്ക് ടെക്നോളജി വൈസ് മേബാക്കാണ് എപ്പോഴും ഒരു അഡ്വാൻസ്ഡ്. റോൾസ് റോയ്സ് അവരുടെ ഒരു ലെഗസി ഉണ്ട് എന്നല്ലാതെ ഇത്രയും ടെക് ഫോക്കസ്ഡ് അല്ല അവർ. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഇരുന്ന് പോകാൻ. ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ബൈക്കുകളോടൊരു താല്പര്യമുണ്ട്. പക്ഷേ വീട്ടിലെല്ലാവർക്കും പേടിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഡെയിലി പേപ്പറിലും ന്യൂസിലും കാണുന്ന പോലെ കണ്ടമാന അപകടങ്ങളും ആക്സിഡൻസും നടക്കുന്ന കാരണം വീട്ടിൽ വലിയ സപ്പോർട്ടില്ല. അപ്പോൾ അവസാനം കയ്യും കാലൊക്കെ പിടിച്ചപ്പോഴാണ് അവരുടെ മേടിച്ച് തന്നത്. അപ്പോൾ ഇതങ്ങനെ കാര്യമായിട്ട് ഓടിക്കരുത്, ലോങ് ഒന്നും പോരുത് എന്നുള്ള കണ്ടീഷനിലാണ്. ബൈക്ക് വേണം എന്നൊരു ആഗ്രഹത്തിൽ മാത്രം മേടിച്ചൊരു ബൈക്കാണിത്. എനിക്കിഷ്ടമുള്ളൊരു ബൈക്ക് BMW-ൻ്റെ S1000RR എന്നൊരു മോഡലായിരുന്നു. അത് തന്നെയാണ് മേടിച്ചേക്കുന്നത്. ഇതതിൻ്റെ M Sport എന്നൊരു വേരിയൻ്റാണ്. ഇപ്പോൾ BMW ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മോസ്റ്റ് പവർഫുൾ
പ്രൊഡക്ഷൻ ബൈക്കാണ് ഈ S1000RR M Sport എന്ന് പറയുന്നത്. 4 സിലിണ്ടർ അതേപോലെ തന്നെ 200 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയാണിത്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ റോട്ടിലേക്ക് ഓടിക്കാനും റിസ്ക് കൂടുതലാണ്. ഇത്രയും പവർ ഒന്നും നമ്മുടെ റോട്ടിലേക്ക് പറ്റിയതല്ല. അപ്പോൾ ഇതൊന്നും നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിക്കാമെന്ന് പറയണ പോലെ മേടിച്ചേക്കുന്ന ഒരു ബൈക്കാണിത്.